Hi friends, welcome to Amazon World. Now നമ്മുടെ ബാലൻസ് ഏറ്റവും ലാസ്റ്റത്തെ ഇല്ലസ്ട്രേഷൻ ആണ് ഇല്ലസ്ട്രേഷൻ നമ്പർ 22. നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ആർ ദ ഐറ്റംസ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ദിസ് ബംഗാൾ ക്ലബ് ഐ സമ്മറൈസ്ഡ് ഫ്രം ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ സെക്രട്ടറി. ഓക്കെ, സോ ചിലപ്പോൾ ഇതിൻ്റെ പേരുകൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവാം ആൻഡ് ഇയേഴ്സിന് ഡിഫറൻസ് ഉണ്ടാവാം. എമൗണ്ട്സ് ഞാൻ നോക്കിയപ്പോൾ സെയിം ആയിരുന്നു. ഈ ഇയേഴ്സിൻ്റെ ഡിഫറൻസ് തന്നെ കാണാനായിട്ട് ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, 2022 സിലബസിനനുസരിച്ചുള്ള ഇയേഴ്സ് നോക്കിയിട്ട് പഠിക്കാൻ നോക്കുക. ഫൈൻ. സോ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫൈൻ, ജസ്റ്റ് വെറുതെ വായിച്ച് നോക്കി നോക്കുക. ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് വാസ് ആസ് ഓൺ 1st April 2013. എൻട്രൻസ് ഫീസ് 2012 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2013 എൻട്രൻസ് ഫീസ് 10,000 ആണ്. സബ്സ്ക്രിപ്ഷൻസ് 600 2012, 13 15,000. 2 വർഷങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 3,000. സബ്സ്ക്രിപ്ഷൻസ് 2040 അടുത്ത വർഷത്തിൻ്റെയാണ് നമ്മൾ വിചാരിക്കുന്നു. മാനേജറിൻ്റെ സാലറി, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസിങ്, ഫയർ ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്, പിന്നെ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണ് 20,000. പിന്നെ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കണം അപ്പോൾ ഈ 3,000. പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് 7,600. സോ ദിസ് ഇസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. Now we see further, it was ascertained from inquiry that following represented a fair picture of income and expenditure. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഈ സംഭവം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കറക്റ്റാണ് എന്നാണ് അവർ പറയുന്നത്. അവർ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും കറക്റ്റായിട്ടുള്ള തന്നിട്ടുണ്ട് ഫോർ ദി ഇയർ 2013 ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. സോ 2013 ആണ് നമ്മുടെ വർഷം. നമ്മുടെ ന്യൂ സിലബസിൽ അതിനനുസരിച്ചുള്ള ഇയർ ആയിരിക്കും. അപ്പോൾ ഇയറിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, എമൗണ്ടുകളൊക്കെ വാല്യൂസൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ മാനേജറിൻ്റെ സാലറി 1,500 അവർ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പ്ലസ് അക്രൂഡ് 400 ഇവിടെ ശ്രദ്ധിച്ചോളൂ. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 2,000, അതിനോട് കൂടെ അക്രൂഡ് 400 ഉണ്ടായിരുന്നു, 2,400. അഡ്വർടൈസിങ് അക്രൂഡ് ഇല്ല. ഓഡിറ്റ് ഫീസ് 500. ഫയർ ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ 4,940. സോ ഈ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വാല്യൂ വേണം അസറ്റിൻ്റെ നമ്മൾ എവിടെ എഴുതാനായിട്ട്, ബാലൻസ് ഷീറ്റിൽ എഴുതാനായിട്ട്. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, ഇത് സർപ്ലസ് ആണ്. ഓക്കെ, അടുത്തത് ഈ സർപ്ലസ് നമ്മളിവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ കാണിക്കണം, അത് മറക്കരുത്. പിന്നെ എൻട്രൻസ് ഫീസ് 10,500 അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിച്ചിരിക്കുകയാണ്. സോ നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട. സബ്സ്ക്രിപ്ഷൻ 15,600. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 4,000. അതായത് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മേൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് 4,000. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം 31st 12/2012 31st 12/2013. അതായത് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആസ് വെൽ ആസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് വർഷത്തിൻ്റെയാണ്? 12/13 എന്ന് പറഞ്ഞിട്ടുള്ള വർഷത്തിൻ്റെയാണ്. 12/13 എന്ന് പറഞ്ഞിട്ടുള്ള സോറി ഇത് മറ്റേ കലണ്ടർ ഇയർ ആണ്. സോ 2013 എന്ന് പറഞ്ഞിട്ടുള്ള വർഷത്തിന് വേണ്ടിയിട്ടാണ് ഇൻറ്റയർ, അതായത് January 1st 2030 to 31st December 2030 ആ ഒരു ടൈം പീരീഡിലേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ആസ് വെൽ ആസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ വർഷത്തിൻ്റെയും അതിന് മുന്നത്തെ വർഷത്തിൻ്റെയും, ദാറ്റ് മീൻസ് ബിഗിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ് കണ്ടില്ലേ, 31st 2012 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1st January 2030. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ലൈക്ക് ബിഗിനിങ്ങിലത്തെയും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. ഇറ്റ്സ് ബീങ് ഗീവൻ ദാറ്റ് ദ വാല്യൂസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആസ് ഓൺ 31st 12/2012 അസറ്റിൻ്റെ വാല്യൂകൾ നമുക്ക് തന്നിട്ടുണ്ട്. ബിൽഡിംഗ് 44,000 അങ്ങനെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എടുത്ത് എഴുതാം. ക്രിക്കറ്റ് എക്യുപ്മെൻറ്റ് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം 25,000. ഫർണിച്ചർ 4,000. ഇതാണ് എന്ത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതേണ്ട വാല്യൂസ്. ഇനി നമ്മൾ ക്ലോസിംഗിലേക്ക് എഴുതുമ്പോൾ ഈ പറഞ്ഞ ഡിപ്രീസിയേഷൻ ആരുടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കുറച്ചതിന് ശേഷം ബാക്കി ബാലൻസ് വാല്യൂ ആണ് നമ്മൾ എവിടെ എഴുതാനായിട്ട്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാനായിട്ട്. അത് കണ്ടുപിടിക്കണം. പിന്നെ അത് റേറ്റ്സ് ഓഫ് ഡിപ്രീസിയേഷൻ 5% ആണ് ബിൽഡിങ്ങിൻ്റെ. ക്രിക്കറ്റ് എക്യുപ്മെൻറ്റിന് 10% ഫർണിച്ചർ 6% ആണ്. സോ നമുക്ക് ഓൾറെഡി റേറ്റ്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ റേറ്റ്സും അവൈലബിൾ ആണ്. യു ആർ എൻടൈറ്റിൽഡ് ടു മേക്ക് അസംഷൻസ് ആസ് മേ ബി ജസ്റ്റിഫൈഡ്. സോ നമുക്ക് അസംഷൻസ് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം എന്നാണ് പറയുന്നത്. ഫൈൻ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, രണ്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. റൈറ്റ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന് റിക്വയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോണേ. സോ നമ്മൾ ആദ്യം തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഡയറക്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ്ലി എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലയബിലിറ്റി അസറ്റ് രണ്ട് സൈഡും വരയ്ക്കാം.
അതിനുശേഷം നമുക്ക് ഡയറക്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ അസറ്റിൻ്റെ വാല്യൂസ് അങ്ങനെ തന്നെ എടുത്ത് എഴുതാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഇത് തന്നിട്ടുള്ളതൊക്കെ ആ ഡേറ്റിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് എഴുതാം. ഓക്കെ, 44,000, 25,000, 4,000 അങ്ങനെ എടുത്ത് എഴുതാം. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രം ഈ റേറ്റ്സ് കുറച്ചിട്ട് ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള ബാലൻസ് വാല്യൂ എഴുതിയാൽ മതി. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ ഈ 3 കാര്യങ്ങൾ എഴുതി. ഓക്കെ, ഇനി നമുക്കൊന്നും ഡയറക്റ്റായിട്ട് എടുത്ത് എഴുതാനായിട്ടില്ല. വെയിറ്റ്, ലെറ്റ് മീ സീ. അത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലൂടെയും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കുക. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഇത് ക്യാഷാണ്, ഇത് എഴുതാൻ വരട്ടെ. 2013 ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ, അതല്ല നമുക്ക് വേണ്ടത്. ആവശ്യമില്ല എന്നല്ല, ഇറ്റ് ലാസ്റ്റ് എന്നാണ് നമ്മളത് എഴുതുള്ളൂ. ഓക്കെ, പിന്നെ എൻട്രൻസ് ഫീസ് 2012, 1000. യെസ്, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ വർഷം, റിയൽ വർഷം എന്ന് പറയുന്നത് 2013 2013 എന്ന് പറഞ്ഞിട്ട് ഇയറിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഓപ്പണിംഗ് ബാലൻസിനെയും ക്ലോസിംഗ് ബാലൻസിനും ഡേറ്റ്സ് നോക്കിയാൽ മതി. നമ്മൾ എടുക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് ഇൻറ്റയർ 2013 എന്ന് പറഞ്ഞിട്ടുള്ള വർഷമാണ്. അണ്ടർസ്റ്റുഡ്. ഇനി എൻട്രൻസ് ഫീസ് 2012, അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ സാധനങ്ങൾ, ലൈക്ക് കഴിഞ്ഞ കൊല്ലം നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ഇക്കൊല്ലായിരിക്കും. ഓക്കെ, കാശായിട്ട് നമ്മുടെ കയ്യിൽ ഇക്കൊല്ലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിലാണെങ്കിൽ ഇക്കൊല്ലം തന്നെ അത് റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, അക്രൂഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ശരിക്കും കിട്ടണം, കയ്യിൽ നിന്ന് ശരിക്കും പോകണം. സോ 2012 എൻട്രൻസ് ഫീസ് 1,000 rupees നമുക്ക് കിട്ടിയത് 2030 ആണ്. ദാറ്റ് മീൻസ് അതൊരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പറയും അക്രൂ ചെയ്തിട്ടുള്ള, നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അല്ല കിട്ടാനുള്ള ഒരു വാല്യൂ ആണ്. സോ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ലെറ്റ്സ് സേ നമ്മൾ 2013 ബാലൻസ് ഷീറ്റ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടില്ല, നമ്മൾ 2012 അവസാനത്തിലാണെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 2012 അവസാനത്തിൽ എന്തൊക്കെയാണ് കൊടുക്കാനുള്ളത്, എന്തൊക്കെയാണ് കിട്ടാനുള്ളത്, ആ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ പെടുന്നൊരു കാര്യമാണ് 2012 1000 രൂപ നമുക്ക് കിട്ടാനായിട്ടുണ്ട്, അത് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. സോ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടാനുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും 2012 അവസാനം ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് കിട്ടാനുള്ളതൊക്കെ എന്താണ്, അസറ്റാണ്. അപ്പോൾ കിട്ടാനുള്ളതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളത് അസറ്റ് സൈഡിൽ 1000 rupees നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ലെറ്റ്സ് സീ, എൻട്രൻസ് ഫീസ് ഇൻ അരിയർ 1000, അങ്ങനെയാണ് ഈ 1000 വരുന്നത്. അതാണ് ഡയറക്റ്റ്ലി നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്ക് നോക്കാം ഇനി ഉണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന ഒരു കാര്യം 2010 നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ 13 ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. 2012 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അവിടെ നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻസ് 2012 നമുക്ക് കാണാനായിട്ടുണ്ട് അല്ലേ, സബ്സ്ക്രിപ്ഷൻസ് 2012 നമുക്ക് കാണാനായിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ അത് ഇവിടെ കാണിച്ചിട്ടുള്ളത് 600 രൂപയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇതേപോലെ തന്നെ എൻട്രൻസ് ഫീസ് പോലെ തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ, അത് ഇൻകം ആണല്ലോ. അതായത് 2013 വർഷത്തിൻ്റെ നിങ്ങളവിടെ നിൽക്കുക, 2012 ഇയർ എൻഡിലേക്ക് വരിക. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് 2012 ഇയർ എൻഡിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ കിട്ടാനുണ്ട്, കൊടുക്കാനുണ്ട് ഉള്ള ആ ഒരു ലിസ്റ്റിൽ കിട്ടാനുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയപ്പോൾ 600 രൂപ സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് കിട്ടാനുണ്ട്. 2012 നമുക്ക് കിട്ടാനുണ്ട്, പക്ഷേ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. 2013 അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ 600 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അസറ്റാണ്, കിട്ടാനുള്ളൊരു കാര്യമായതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ട് 600 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്യണം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ. അതാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന സബ്സ്ക്രിപ്ഷൻ ഇൻ അരിയർ 600. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ആദ്യം ഒരു കാര്യം, നമ്മൾ അസറ്റ് സൈഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ്. സോ ഓപ്പണിംഗ് ബാലൻസ് ഇതായിരിക്കുമല്ലോ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഡിസംബറിൽ വരുന്ന ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, നമ്മൾ 2012 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതായിരിക്കും ക്ലോസിംഗ് ബാലൻസ് ഫോർ ദ ഇയർ 2012. അത് 2013 വരുമ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ആയിരുന്നു മാത്രം. സോ 4200. ഓക്കെ, സോ 4200 എക്സാക്ട്ലി നമുക്ക് എടുത്ത് ചെയ്താൽ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അസറ്റ് സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ലയബിലിറ്റി സൈഡത്തെ വാല്യൂസ് കണ്ടുപിടിച്ച് ഞാനത് വേഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ വെയിറ്റ്. ഇനി നമ്മളോട് നോക്കുമ്പോൾ നമുക്ക് നോക്കാം, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടുകളൊക്കെ നോക്കി പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഇത് വേണ്ട, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 3000 വേണ്ട, കാരണം ഇത് 2013 റിസീവ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, സബ്സ്ക്രിപ്ഷൻസ് 2014 അത് നമുക്ക് തീരെ വേണ്ട. മാനേജേഴ്സ് സാലറി, കാരണം 2013 കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. 2012 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ്, നമുക്ക് നോക്കാം. മാനേജേഴ്സ് സാലറി 1000. വെയിറ്റ്, അപ്പോൾ നമ്മൾ ഇത് ഇവിടെ പേയ്മെൻറ്റ് സെക്ഷനിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് നോക്കി കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഡയറക്റ്റ് സാധനങ്ങൾ 2012 നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മനസ്സിലാവുന്ന കാര്യങ്ങൾക്ക് നമ്മളെടുത്ത് എഴുതി ഫസ്റ്റ്. ചില കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ്ലി മനസ്സിലാവില്ല. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ, അതായത് അക്രൂഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ലെറ്റ്സ് സേ
മാനേജർ സാലറി 1500 തന്നെയായിരുന്നു അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലിങ്ങനെ അക്രൂഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും വരുന്നില്ല. ഓക്കെ, സോ അത് സേഫാണ്. അടുത്തത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2600 ആണ് വാല്യൂ കാണിക്കുന്നത്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2600 ആണ് വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ തന്നെയാണോ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരണേ നോക്കാം. അതായത് ഈ 2600 അർത്ഥം എന്താണ്? ഇക്കൊല്ലം 2013 വർഷത്തിൽ നമുക്ക് കയ്യിൽ നിന്ന് പോയിട്ടുള്ള വാല്യൂ ആണ് 2600. ഓക്കെ, അത് ഏതൊക്കെ കൊല്ലത്തിൻ്റെ ആണെന്നൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. 2013 വർഷത്തിൽ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതാണ് 2600 rupees. Now let's see income and expenditure account. Income and expenditure will only record for that particular ഇയറിൻ്റെ ആ ഒരു കാര്യം മാത്രമല്ല നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. നമുക്ക് നോക്കാം. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇവിടെ കാണിച്ചിട്ടുള്ള 2000. എന്നിട്ട് അക്രൂഡ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ട് 400 വേറെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് 2400 കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മിസ് മാച്ച് വന്നു. 2600 ആയിരുന്നു അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 2013 വർഷത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും പോയിട്ടുള്ള വാല്യൂ, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേബലിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള വാല്യൂ ആണ് 2600. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് വന്നപ്പോൾ 2000 + 400 2400 എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞിട്ട് ഇൻകമിനും എക്സ്പെൻഡിച്ചറിനും ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഫോർമാറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്തിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ലെസ് ചെയ്തിരുന്നതെന്ന് ആലോചിക്കണം. കാരണം അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് വാല്യൂ ആണ് എഴുതാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കാൽക്കുലേറ്റ് ആ ഒരു കാര്യം പറയുന്ന ഒരു ഫോമാറ്റാണ്. നമുക്ക് ആ ഫോമാറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു ഫോമാറ്റാണ്. ഇതിലുള്ളൊരു അഡ്വാൻസസ് ഇവിടെ ഇല്ല. അതായത് ഓപ്പണിങ്ങിൽ കിട്ടിയിട്ടുള്ള അഡ്വാൻസ് ഇല്ല, അത് നമ്മൾ ആഡാണ് ചെയ്യാറ്. ഈ സംഭവം ഞാൻ ഓൾറെഡി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊരു നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കുക. അപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്, എക്സ്പെൻഡിച്ചർ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ഇൻകം ആണെങ്കിലും നമ്മുടെ ഫോമാറ്റ് സെയിം ആണല്ലേ. അതായത് ബിഗിനിങ് ഓഫ് ദി ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം. ഓക്കെ, ബിഗിനിങ്ങിലത്തെ, അതായത് നമ്മൾ 2013 ബിഗിനിങ്ങിൽ ഉള്ള 1st January 2013 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡേറ്റിൽ ഓൾറെഡി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കിടക്കുന്ന വാല്യൂ ആണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. റൈറ്റ്. അഡ്വാൻസ് റിസീവ്ഡ് ആണെങ്കിൽ, നമ്മൾ ഓപ്പണിങ്ങിലുള്ള അഡ്വാൻസ് റിസീവ്ഡ് ആണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം. ക്ലോസിങ്ങിലുള്ള അഡ്വാൻസ് റിസീവ്ഡ് ആണെങ്കിൽ നമ്മളത് ലെസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഫോമാറ്റ്. വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് ലെസ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാനുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ആഡാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. സോ നമുക്കറിയാം ഇത് എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ 2 കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞത്, ഒന്ന് ഓപ്പണിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്, ഒന്ന് ക്ലോസിങ്ങിലുള്ള അഡ്വാൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോസിങ്ങിലുള്ള അഡ്വാൻസ് ആവത്തില്ല, അത് അക്രൂഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത് 400. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ 400 രൂപ എന്ന് പറയുന്നത് ഓപ്പണിങ്ങിലുള്ള അഡ്വാൻസ് അല്ല, എന്താണത്? ക്ലോസിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആണ് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, ക്ലോസിങ്ങിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഈ 2000 ഓൾറെഡി 2013 ആയിരിക്കും. അതുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വന്നത്. ഞാൻ പറഞ്ഞു 2013 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരുള്ളൂ. റൈറ്റ്. അത് മറ്റേതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്ത് കളയും. ഫോർ ദ ഇയർ 2013 ഉള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനുള്ളിൽ വരത്തുള്ളൂ. അപ്പോൾ 200 ഉണ്ട്. ആഡ് അക്രൂഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 400 രൂപ ആക്ച്വലി ഫോർ ദി ഇയർ ഏതായിരിക്കും? 2013 ഉള്ളതായിരിക്കും. അതായത് 2013 ക്ലോസിങ്ങിൽ വന്നിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. 2013 അവസാനമൊക്കെ ആയപ്പോൾ, അതായത് 400 രൂപ നമുക്ക് കൊടുക്കാനായിട്ട് വന്നു. ഓക്കെ, എക്സ്പെൻഡിച്ചർ അല്ലേ, നമുക്ക് കൊടുക്കാനായിട്ട് വന്ന് കൊടുത്തിട്ടില്ല. 2000 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം 2600 അവിടെ നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യം വന്നു, ഓക്കെ, ഈ 400 പിന്നെ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടൊരു കാര്യമാണ്. അപ്പോൾ 2000-ഉം 2600-ഉം അവർ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് 2600 ആണ് 2013 വർഷത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടുള്ള ലേബലിൽ നിന്ന് പോയിട്ടുള്ള വാല്യൂ 2600. 2600-ഉം 2000-ഉം തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. 600 രൂപയുടെ വ്യത്യാസം ഉണ്ടല്ലോ. ഈ 600 അപ്പോൾ എവിടെ നിന്ന് വന്നു? അത് കഴിഞ്ഞ കൊല്ലത്തെ വാല്യൂ ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ടാണ് നെസസറി അസംഷൻസ് എടുക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. സോ ആ 600 രൂപ, ദാറ്റ് 600 rupees എന്ന് പറയുന്നിട്ടുള്ളത് കഴിഞ്ഞ കൊല്ലത്തെ ആയിരിക്കുന്നു. 2012 പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുണ്ടായിരുന്ന ഒരു വാല്യൂ ആയിരിക്കും എന്ത്? ഈ 600 രൂപ. ഈ ഡിഫറൻസ് 600 രൂപ. അത് നമ്മൾ 2013 ആയപ്പോൾ 2013 + 12 കൂടി ഒരുമിച്ച് കൊടുത്തു എന്ന്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ 400 രൂപ പെട്ടിട്ടില്ല. 400 പിന്നെ വന്നതാണ് 400. ഇപ്പം അത് 400 നമുക്ക് കൊടുക്കാനായിട്ട് നിൽക്കുക.
ഇപ്പോൾ 400 കൊടുക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 400 ലൈബിലിറ്റി ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ്, അതായത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 600 രൂപ ലൈബിലിറ്റി ആയിട്ട് ഇവിടെ കാണിക്കണം പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് വേറൊന്നുമില്ല, നമുക്ക് നോക്കണം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. സോ അഡ്വർടൈസിങ് നോക്കുക 1800, അഡ്വർടൈസിങ് 1800 ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നോക്കുക, അവിടെ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ട് അക്രൂഡൊന്നും ഇല്ല, നില്ലെന്ന് പറഞ്ഞിട്ട് 1600 തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ കാണിച്ചിട്ടുള്ള വാല്യൂ ഇത്ര 1800, ഡിഫറൻസ് ഉണ്ട്. 1800 ആണ് 2013 വർഷത്തിൽ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലേബലിൽ നിന്നും പോയിട്ടുള്ള വാല്യൂ. 2800, 200 രൂപ എക്സ്ട്രാ പോയിട്ടുണ്ട്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ പറഞ്ഞായിരുന്നു 2013 വർഷത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. 1600 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ മാത്രമേ 2013 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യണം, 1800 മൈനസ് 1600 200 രൂപയുണ്ടല്ലോ എക്സ്ട്രാ കിടക്കുന്ന 200 രൂപ കാണിക്കുന്ന പേയ്മെൻറ്റ് സെക്ഷനിൽ കാണിക്കുന്ന 200 രൂപ അത് കഴിഞ്ഞ കൊല്ലത്തെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കാര്യം നമ്മൾ തീർക്കുന്നത് 2013. ഓക്കെ, അത് 2013 നമ്മൾ തുടങ്ങിക്ക് കഴിഞ്ഞിട്ടേ നോക്കുന്നുള്ളൂ. പക്ഷേ ഓപ്പണിങ്ങിൽ അത് എന്തായിട്ട് കിടക്കണം, ദാറ്റ് മീൻസ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഓഫ് 2012 അത് കൊടുക്കാനായിട്ടുണ്ട്. സോറി, നമുക്ക് ഈ ഒരു 2012 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അത് കൊടുക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തന്നെയല്ലേ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റായി വരുന്നത്. അപ്പോൾ അതെന്താണ്, ഈ 200 റുപ്പീസ് കൊടുക്കാനായിട്ടുണ്ട്, അത് ലൈബിലിറ്റി ആയിട്ട് കാണിക്കും. അണ്ടർസ്റ്റുഡ്. അഡ്വർടൈസിങ് ഇനി നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഫയർ ഇൻഷുറൻസ് 1200 വാല്യൂ നോക്കുക. ഫയർ ഇൻഷുറൻസ്, അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസിന് അവിടെ ഭയങ്കര ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഫയർ ഇൻഷുറൻസ് അവിടെ പേയ്മെൻറ്റ് സെക്ഷനിൽ 1200 കാണിച്ചിരിക്കുന്നു, ഇവിടെ 2013 വർഷത്തിൽ 1000 കാണിച്ചിരിക്കുന്നു. ഫസ്റ്റ് തിങ് യു ഹാവ് ടു റിമെമ്പർ, ഇൻഷുറൻസ് ആണ് സംഭവം അല്ലേ. ഇൻഷുറൻസ് നമ്മൾ സാധാരണ ഒരു എക്സ്പെൻഡിച്ചർ പോലെയല്ല, കഴിഞ്ഞ കൊല്ലത്തും കൂടിയും കൂട്ടി കൊടുക്കാനായിട്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളിപ്പോൾ 1200 ആ 200 ഡിഫറൻസ് അപ്പോൾ എന്തായിരിക്കാം, രണ്ട് കാര്യങ്ങളായിരിക്കാം. ഒന്നാമത്തേത് ഒന്നുകിൽ കഴിഞ്ഞ കൊല്ലത്തെ റിലേറ്റ് നമ്മുടെ എക്സ്പെൻഡിച്ചർ വൈസ് നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്ത് എന്തെങ്കിലും കാര്യം കൊടുക്കാനുള്ളത് ഉള്ളൊരു വാല്യൂ ആയിരിക്കാം 200, അത് ചിലപ്പോൾ ഇക്കൊല്ലമായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ അടുത്ത കൊല്ലം കൊടുക്കാനുള്ളതും ആയിരിക്കാം, നെക്സ്റ്റ് കൊല്ലത്തേക്ക് 2014 ഇയറിലേക്കുള്ളതും ആയിരിക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ആ ഒരു ഡിഫറൻസ് വരാണെങ്കിൽ ആ ഡിഫറൻസിൻ്റെ ഭാഗമായിട്ട് വരും. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഈ രണ്ട് കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് കാണിക്കാതിരിക്കുക, ബിക്കോസ് 2013 റിലേറ്റഡ് അല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എടുക്കുന്ന അസംഷൻ എന്ന് പറയുന്നത് ഈ ഫയർ ഇൻഷുറൻസ് ഇൻഷുറൻസ് ആയതുകൊണ്ട് അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ കൂടി എക്സ്ട്രാ അടിക്കുന്ന ഒരു വാല്യൂ ആണ് 200 റുപ്പീസ് എന്നുള്ളൊരു ഇതാണ്. ഓക്കെ, അസംഷനാണ്. ദാറ്റ് മീൻസ് അത് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ്. 31 ഡിസംബർ 2013 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് നമ്മളത് കാണിക്കേണ്ടത്. അണ്ടർസ്റ്റുഡ്. സാധാരണ ഒരു എക്സ്പെൻഡിച്ചർ പോലെ അല്ലാത്തതുകൊണ്ടാണ് ഫയർ ഇൻഷുറൻസിൽ നമ്മൾ ഇങ്ങനെ ഒരു അസംഷൻ എടുക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ് 20,000 ആണ്. പിന്നെ ബാലൻസ് ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 7,600. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ അല്ലേ. മറ്റേ ഈ 20,000 നമ്മൾ എവിടെ കാണിക്കാനുള്ളതായിരിക്കും, അത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാനുള്ളൊരു വാല്യൂ ആയിരിക്കും. കാരണം അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട വാല്യൂ ആണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കാത്തത്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് അത് നമ്മുടെ എവിടെ കാണിക്കേണ്ട, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് സൈഡിൽ കാണിക്കാനുള്ള ക്യാഷിൻ്റെ വാല്യൂ ആണ് ആ ബാലൻസ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഡൗട്ട് അടിക്കരുത്. അപ്പോൾ അതും നമ്മളിവിടെ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമുക്കൊന്നും എഴുതാനായിട്ടില്ല. ഫൈൻ, നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് എക്സ്ട്രാ ഒന്നും തന്നിട്ടുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. അതിൻ്റെ അസറ്റ് സൈഡിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ല, ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ സാധാരണ നമുക്ക് ഈ ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇറ്റ് ഈസ് നെസസറി ടു പ്രിപ്പയർ ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. വൈ? ബിക്കോസ് നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കില്ല മോസ്റ്റ് ഓഫ് ദി കേസസ്. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു പ്രിപ്പയർ ദി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അതിനുശേഷം നമ്മൾ ബാലൻസിങ് ഫിഗറായിട്ട് ക്യാപിറ്റൽ ഫണ്ടിനെ കിട്ടും വേണം. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ല. കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന എല്ലാ ഡീറ്റെയിൽസും ചേർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് സൈഡ് കംപ്ലീറ്റ് ആവും. 78,800 ആണ്, അത് കറക്റ്റാണ്. ലയബിലിറ്റി സൈഡിൽ ആ വരുന്ന വ്യത്യാസം എത്രയാണോ ആ വ്യത്യാസമാണ് ക്യാപിറ്റൽ ഫണ്ട്. ആ ഒരു വ്യത്യാസം ഇവിടെ വരുന്നത് 78,000 ആണ്. ദാറ്റ് മീൻസ് ബോത്ത് സൈഡ് ടോട്ടൽ ചെയ്യുക, എന്നിട്ട് കൂടുതലുള്ള നമ്മളെടുത്ത് എഴുതുക, എന്നിട്ട് ബാലൻസിങ് വാല്യൂ 78,000 എഴുതി വയ്ക്കുക. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സുഖമായിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യാം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഈ എക്സാക്ട് സെയിം വാല്യൂ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ആദ്യം എടുത്ത് ചെയ്തത് ക്യാപിറ്റൽ ഫണ്ട് 78,000, റൈറ്റ്? യെസ്.
അതിനുശേഷം എന്ത് ആഡ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ സർപ്ലസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ആഡ് ദാറ്റ്, ഡെഫിസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ലെസ് ദാറ്റ്, റൈറ്റ്. സോ 18,160 നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ 96,160 ആണ്. അണ്ടർസ്റ്റുഡ്? യെസ്. ഇനി നമുക്ക് അസറ്റ് സൈഡ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലയബിലിറ്റി സൈഡിലേക്ക് കിടക്കാം. അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് നമുക്ക് വേഗം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ബിൽഡിംഗ് 44,000 ആണ് ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നത്. ബിൽഡിങ്ങിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 5% ആണ്. സോ ഈ ഡിപ്രീസിയേഷൻ അവിടെ ഓൾറെഡി നമ്മുടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ലൈക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ കാണിക്കും, അതിനുശേഷം ഇവിടെ ജസ്റ്റ് ലെസ് ചെയ്ത് കാണിക്കുന്ന പോലെയും കാണിക്കണം. പറഞ്ഞുതരാം. 44,000 ആണ് നമ്മുടെ വാല്യൂ വരുന്നത് ബിൽഡിങ്ങിൻ്റെ. ആൻഡ് ഓൺ ദാറ്റ് 5% എന്ന് പറയുമ്പോൾ 2,200 ആണ്. ഓക്കെ, ഈ 2,200 വെൻ വി സബ്ട്രാക്ട് ഫ്രം 44,000 41,800 ആ ഒരു കാൽക്കുലേഷൻ ഇവിടെ കാണിക്കുക. 44,000 നിന്ന് 2,200 കുറച്ച് ഇപ്പം 41,800 ഇതുപോലെ തന്നെ ഫർണിച്ചറിൻ്റെയും ക്രിക്കറ്റ് എക്യുപ്മെൻറ്റിൻ്റെയും കാണിക്കാം, അവരുടെ കറസ്പോണ്ടിങ് റേറ്റ്സ് കുറച്ചിട്ട്. ഇത് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ അവർ പറഞ്ഞിട്ടുള്ള ആ എക്സ്പെൻഡിച്ചറിൽ കാണിച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ വാല്യൂ തന്നെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. 2,200 പ്ലസ് 240 പ്ലസ് 2,500 4940 അത് തന്നെയല്ലേ ഇവിടെ എക്സാക്ട്ലി ഇവർ കൊടുത്തിട്ടുള്ള വാല്യൂ 4940. അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. അത് ജസ്റ്റ് ലെസ് ചെയ്യുക, എന്നിട്ട് ലെസ് ചെയ്ത് കാണിക്കണം. അത് നമ്മുടെ കാൽക്കുലേഷൻ്റെ ഭാഗമാണ്. ഓക്കെ, ജസ്റ്റ് ആൻ എക്സാക്ട്ലി നമ്മൾ കുറച്ചിട്ടുള്ള വാല്യൂ കാണിക്കാതെ ആദ്യം വാല്യൂ ഓൾഡ് വാല്യൂ കാണിക്കുക, അത് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള റിയൽ വാല്യൂ കാണിക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞായിരുന്ന ഒരു കാര്യം നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 ആണ്. അത് ക്യാപിറ്റൽ നേച്ചറാണ്, അല്ല അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അസറ്റ് ആയതുകൊണ്ട് 2030 ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. സോ 20,000 എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. നമ്മുടെ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ പേയ്മെൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ കാണാം 20,000 ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അസറ്റ് സൈഡത്തെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എൻട്രൻസ് ഫീസ് 2013 എൻട്രൻസ് ഫീസ് എത്രയാണ്? 10,000. എൻട്രൻസ് ഫീസ് 2013 നോക്കുക. ഇനി നമ്മളിത് ഓൾറെഡി 2012 ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. 2013 എൻട്രൻസ് ഫീസ് നോക്കുമ്പോൾ 10,000 രൂപയാണ് വരുന്നത്. ഇവിടേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ലേബിളിലേക്ക് നോക്കുമ്പോൾ 10,500 വരുന്നുണ്ട്. അതെങ്ങനെ? ഇത് 2013 റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളാണ്. 10,500. മറ്റത് 10,000 ആണ് 2013 നമുക്ക് വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? ഈ 10,500 എന്തായിരിക്കും അപ്പോൾ? 2013 വർഷത്തിൽ നമുക്ക് ഇവരുടെ എന്നിട്ടാണ് ഡിഫറൻസ് വാല്യൂ എത്ര വരുന്നത്? 10,500 ഇവിടെ കാണിച്ചിട്ടുണ്ട്, 10,000 മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. നമ്മുടെ ഇൻകം സെക്ഷനിൽ റെസിപ്റ്റ് സെക്ഷനിൽ കാണിച്ചിട്ടുള്ളൂ. ദ ഡിഫറൻസ് ഇസ് 500. അതിൻ്റെ അർത്ഥം എന്താണ്? 2013 വർഷത്തിൻ്റെ അവസാനമായപ്പോൾ 500 രൂപ നമുക്ക് കിട്ടാനായിട്ടുണ്ട്, ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം 2030 റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇൻകം എക്സ്പെൻഡിച്ചറിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അതിനർത്ഥം ഈ 10,500 ഇൻറ്റയർ വാല്യൂ 2013 തന്നെയാണ്. ഇതിൽ 10,000 രൂപ ശരിക്കും നമുക്ക് റെസിപ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ബാക്കി 500 രൂപ കിട്ടിയിട്ടില്ല. സോ നമുക്ക് കിട്ടാനുള്ള വാല്യൂ ആണ്, അസറ്റാണ്. അതായത് കിട്ടാനുള്ള അസറ്റാണ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ. അതുകൊണ്ട് ദാറ്റ് ഡിഫറൻസ് വാല്യൂ എൻട്രൻസ് ഫീസ് ഇൻ അറിയർ എന്ന് പറഞ്ഞിട്ട് 10,500 മൈനസ് 10,000 യു ഹാവ് ടു റൈറ്റ് 500 അണ്ടർ അസറ്റ് സെക്ഷൻ. അസറ്റ് സെക്ഷനിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അതിന് 2013 റിലേറ്റഡ് ഡീറ്റെയിൽസ് നോക്കുക. സബ്സ്ക്രിപ്ഷൻസ് 2012 ഓൾറെഡി റെക്കോർഡഡ് ആണ്. 2013 നോക്കുക, 15,000 ആണ് കാണിക്കുന്നത്. 15,000 ആണ് സബ്സ്ക്രിപ്ഷൻസ് ഫോർ ദി ഇയർ 2013 റെസിപ്റ്റ് കിട്ടിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അവിടെ സബ്സ്ക്രിപ്ഷൻ 15,600 കാണിച്ചിട്ടുണ്ടല്ലോ. 15,000 ആണ് നമുക്ക് ശരിക്കും കിട്ടിയിട്ടുള്ളൂ ഫോർ ദി ഇയർ 2013 അല്ലേ. പക്ഷേ ഇവിടെ 15,600 കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 600 രൂപ ഇനിയും കിട്ടാനുണ്ട്. ദാറ്റ് 600 റുപ്പീസ് കിട്ടാനുള്ളതാണ്. 2013 അവസാനമായപ്പോൾ 600 രൂപ ലഭിക്കാനായിട്ട് കിടക്കുന്നുണ്ട്. കിട്ടാനുള്ളതൊക്കെ എന്താണ്? അസറ്റാണ്. സോ സബ്സ്ക്രിപ്ഷൻസ് ഇൻ അറിയർ ഈ ഡിഫറൻസ് വാല്യൂ 600 ഇവിടെ എഴുതി വയ്ക്കുക. അണ്ടർസ്റ്റുഡ്? യെസ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 3,000. ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ മേത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് 3,000 രൂപയാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അവിടെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 4,000 രൂപയാണ് കാണിച്ചിട്ടുള്ളത്. 3,000 രൂപയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 4,000 രൂപയാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ഫോർ ദി ഇയർ 2013 4,000 രൂപയാണ് ഇൻറ്റയർലി ഉള്ളത്. പക്ഷേ അതിൽ 3,000 2013 റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ദാറ്റ് 1,000 റുപ്പീസ് എന്താണ് കിട്ടാനുള്ള ഒരു കാര്യമാണ്. അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആ 1,000 റുപ്പീസ് കിട്ടാനുള്ളതാണ്, അസറ്റാണ്. ഇങ്ങനെ കാണിച്ചു. അണ്ടർസ്റ്റുഡ്? യെസ്. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻസ് 2014 400 അത് നമ്മളിവിടെ എഴുതേണ്ടതാണ്, ലയബിലിറ്റി ആയിട്ട് വരുന്നതാണ്. നമ്മൾ അഡ്വാൻസ് ആയിട്ടാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. അഡ്വാൻസ് ഇൻകം കിട്ടിയാൽ അതൊരു ലയബിലിറ്റിയാണ്.
ഓക്കെ, അഡ്വാൻസ് ഇൻകം ആണ്, അത് ലയബിലിറ്റി ആണ്. നമ്മൾ ലയബിലിറ്റി സെക്ഷനിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇവിടെ നോക്കാം. മാനേജറിൻ്റെ സാലറി 1000, അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഓൾറെഡി ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ബട്ട് ഇവിടെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഒരു അക്രൂഡിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, 400 അല്ലേ. 400 ഇക്കൊല്ലം കിട്ടാനുള്ളൊരു കാര്യമാണ്. ഇക്കൊല്ലം കൊടുക്കാനുള്ളതാണ്. സോ അത് ഔട്ട്സ്റ്റാൻഡിങ് നമ്മുടെ ലയബിലിറ്റിയിലാണ് വരിക. ഓക്കെ, ഫൈൻ. പിന്നെ അഡ്വർടൈസിങ് 1800 ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്തതാണ്. ഫയർ ഇൻഷുറൻസ് 1200 നമ്മളത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1200 ഫയർ ഇൻഷുറൻസ് 1200 ആണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് പേരിൽ 2013 വർഷത്തിൽ കൊടുത്തിട്ടുള്ളത്. റൈറ്റ്, ഇവിടെയാണെങ്കിൽ 2013 വർഷത്തിൻ്റെ ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് 1000 കാണിച്ചിട്ടുള്ളൂ. അതായത് നമ്മൾ 200 രൂപ, അതായത് 2013 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇവിടെ കണ്ട, ഇവിടെ 1000 വന്നിട്ടുള്ളൂ. 1200 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് 2013. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. എന്തായിരിക്കും അത്? അഡ്വാൻസ് ആണ്. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ അത് അസറ്റാണ്. ഇൻകം നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയാൽ അത് ലയബിലിറ്റി ആണ്. സോ ദാറ്റ് 200 രൂപ നമ്മളിവിടെ അസറ്റ് സൈഡിൽ കാണിച്ചു. പിന്നെ നമുക്ക് നോക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസിൽ ഓൾറെഡി കൺസിഡർ ചെയ്തതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ. ക്ലോസിംഗ് ബാലൻസ്, ക്യാഷിൻ്റെ ബാലൻസ് 7600 അങ്ങനെ തന്നെ എഴുതിയെടുത്ത് ചെയ്താൽ 7600 നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴേക്കും കാണാൻ പറ്റില്ല, കണ്ടില്ലേ 7600. യെസ്, ഇനി നമ്മുടെ അസറ്റ് സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ഇനി നമ്മുടെ ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡിൽ ഓൾറെഡി 2 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു പോയായിരുന്നു. ഒന്ന് നമ്മുടെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ 400 rupees അത് കാണിക്കുക. 400 എവിടെ? അതെ, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 400. അണ്ടർസ്റ്റുഡ്? യെസ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ അടുത്ത കൊല്ലത്തിന് നമുക്ക് കിട്ടുന്ന ഇൻകം അത് ലയബിലിറ്റി ആണെന്ന് പറഞ്ഞായിരുന്നു. അതും കൂടി 400 ഇവിടുത്തെ എഴുതുക. അപ്പോൾ 2 400ൻ്റെ കേസുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഇപ്പോൾ മാനേജർ സാലറി ശരിക്കും കണ്ടില്ലായിരുന്നു. 1000 ആയിരുന്നു കേട്ടോ, ഇവിടെ 1500 ആണ്. അത് ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നേരം പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാണ്ടിരുന്നത്. നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ്, എൻട്രൻസ് ഫീസ്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഈ സെക്ഷൻ മൊത്തം നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി മാനേജറിൻ്റെ സാലറിക്ക് വരിക, വാല്യൂ 1000 ആണ്. ഇത് നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാനിപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ വന്നപ്പോഴാണ് കണ്ടത്. മാനേജറിൻ്റെ സാലറി 1500 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. 1000 ആണ് 2013 വർഷത്തിലെ മാനേജറിൻ്റെ സാലറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ശരിക്കും 2013 കൊടുക്കേണ്ട വാല്യൂ 1500 ആണ്. പക്ഷേ 1000 കൊടുത്തിട്ടുള്ളൂ. അതായത് 500 രൂപ 2013 അവസാനം ആയിപ്പിക്കും കൊടുക്കാനായിട്ട് നിൽക്കുവാണ്. ഓക്കെ, 2013 ആകുമ്പോഴേക്കും എന്താണ് ആ 500 രൂപ ഡിഫറൻസ് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. ഇവരായിട്ടും കൊടുത്തിട്ടില്ല. ഓക്കെ, ഈ 400 പോലെ തന്നെ, പക്ഷേ ഇവിടെ ഭയങ്കര ഒറ്റയടിക്ക് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ 500 രൂപ എന്താണ് കൊടുക്കാനുള്ളതാണ്, ലയബിലിറ്റി ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് 500 ഹാവ് ടു ബി ഷോൺ ഹിയർ. അണ്ടർസ്റ്റുഡ്? യെസ്. നെക്സ്റ്റ്, ഇതിൽ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി കൺസിഡർ ചെയ്തു, അഡ്വർടൈസിങ് കൺസിഡർ ചെയ്തു, ഫയർ ഇൻഷുറൻസ് കൺസിഡർ ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് കൺസിഡർ ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് കൺസിഡർ ചെയ്തു. ഇനി നിങ്ങളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഉള്ളതും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ഇല്ലാത്തതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണാനായിട്ടുണ്ടോ? നമ്മളിപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു സാധനം കാണാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഉണ്ട്, നമുക്ക് നോക്കാം. ഓരോന്ന് നോക്കാം. എൻട്രൻസ് ഫീസ് അവിടെ ഉണ്ടായിരുന്നു, സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, മാനേജർ സാലറി ഉണ്ടായിരുന്നു, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഉണ്ടായിരുന്നു, അഡ്വർടൈസിംഗ് ഉണ്ടായിരുന്നു, ഫയർ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ഡിപ്രിസിയേഷൻ നമ്മളിവിടെ ഓൾറെഡി ഡബിൾ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സർപ്ലസ് ഓൾറെഡി നമ്മളിവിടെ ബാലൻസ് ഷീറ്റിൽ കൺസിഡർ ചെയ്തു. ഈ ഓഡിറ്റ് ഫീസ് എവിടെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ കാണാനായിട്ടുണ്ട് 500 രൂപ. അപ്പോൾ അതെന്താ സംഭവം? ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു കാര്യമായിട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കില്ല. കാരണം ഈ സാധനം എവിടെ ഇല്ല, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ഇല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിലില്ല, പേയ്മെൻറ്റ് സെക്ഷനിൽ ഓഡിറ്റ് ഫീസ് ഇല്ല. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വന്നപ്പോൾ ഇവിടെ എക്സ്പെൻഡിച്ചറിൽ കാണിക്കുന്ന ഒരു 500 രൂപ. അതിൻ്റെ അർത്ഥം എന്താണ്? ഓഡിറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ നമ്മൾ 2013 വർഷത്തിൽ ഒരു പേയ്മെൻറ്റും ചെയ്തിട്ടില്ല. പക്ഷേ 2013 ശരിക്കും നമുക്ക് ഓഡിറ്റ് ഫീസ് കൊടുക്കാനുണ്ട്, 500 രൂപ കൊടുക്കാനുണ്ട്. അങ്ങനത്തെ അവസ്ഥകളിൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രതിഭാസം കാണാൻ പറ്റുക. ദാറ്റ് മീൻസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ഇല്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലുണ്ട്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് ഫീസ് 500 രൂപ കൊടുക്കാനുള്ളതുകൊണ്ടാണ്, കൊടുത്തിട്ടില്ല, കാശായിട്ട് ഇങ്ങോട്ടും പോയിട്ടില്ല. അതുകൊണ്ടാണ് എവിടെ വരാണ്ടിരുന്നത്, പേയ്മെൻറ്റ് സെക്ഷനിൽ വരാണ്ടിരുന്നത്. പക്ഷേ ശരിക്കും കൊടുക്കാനുണ്ട് 500 രൂപ. അപ്പോൾ അതിൻ്റെ അർത്ഥം 500 രൂപ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം, കൊടുക്കാനുള്ള വാല്യൂ ആണ് 500. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റൈറ്റ്,
വേറെ ഒന്നുമില്ല, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 97, 960 കിട്ടണം. ഐ ഹോപ്പ് ആ ഒരു വാല്യൂ തന്നെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റനോട് കൂടെ തന്നെ നമ്മുടെ ഇൻറ്റയർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ്, ഇലസ്ട്രേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. റോക്ക് യുവർ സ്റ്റഡീസ്.